Hi friends, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടക്ക മുട്ട തോരനാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയായ തോരനാണ്. അപ്പോൾ നമുക്ക് വെണ്ടക്ക മുട്ട തോരൻ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് വെച്ച വെണ്ടക്കയാണ്. ഇനി ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ വെണ്ടക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു വഴവഴപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത്. പിന്നെ വെണ്ടക്ക ഒന്ന് സോഫ്റ്റായി കിട്ടും ചെയ്യും. അപ്പോൾ ഇവിടെ 2-3 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വെണ്ടക്ക ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ സവാളൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം പോണ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 കോഴിമുട്ട ഉടച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മുട്ടൊക്കെ നന്നായി ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടിച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വെണ്ടക്ക കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഉപ്പുണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ വെണ്ടക്ക മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ വെണ്ടക്ക മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. വെണ്ടക്ക കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ നല്ല റെസിപ്പിയുമായി വരാം. താങ്ക് യു.